Welcome to Muscat Nights. Welcome to Unscripted Life by Hima. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്, അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വേണ്ടി പോകാമെന്ന്. നമ്മുടെ പഴയ മസ്കറ്റ് ഫെസ്റ്റിവലില്ലേ, അതാണ് ഇപ്പോഴത്തെ മസ്കറ്റ് നൈറ്റ്സ്. ഞങ്ങൾ പോകുന്നത് കുരം നാച്ചുറൽ പാർക്കിലുള്ള മസ്കറ്റ് നൈറ്റ്സിലേക്കാണ്. ഇവിടെ ഒരുപാട് എനിക്കൊന്ന് 8 വെന്യൂസിലെങ്ങാനും മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ളത് നമ്മുടെ കുരമിലാണ് കേട്ടോ, കുരം നാച്ചുറൽ പാർക്കിലുള്ളത്. ആസ് യൂഷ്വൽ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അത് വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 1 ഒമാനി റിയലാണ്. ജെൻസിൻ്റെ ക്യൂവിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷേ ലേഡീസിനോട് അധികം ക്യൂ ഇല്ല കേട്ടോ. ചെന്ന് കയറുമ്പോഴേ നമ്മൾ അന്താളിച്ച് പോകുന്നൊരു അടിപൊളി സെറ്റപ്പാണ് ഇത്. ഈ ഫ്ലോറിലുള്ളത്, ഈ ലൈറ്റ്സ് കിഡിലെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവേഴ്സ് ആണെങ്കിൽ ഈ പ്രാവശ്യം ലൈറ്റിൻ്റെ അയ്യൊരു കളിയാണ് കേട്ടോ. ഈ പ്രാവശ്യം മസ്കറ്റ് നൈറ്റ്സ് നമ്മൾ ആദ്യം തന്നെ കാർണിവൽ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എവിടെ പോയാലും നമുക്ക് ഈ മുഖ്യം ഭക്ഷണ രീതി ആയതുകൊണ്ട് ഞാൻ അതൊക്കെയാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. സുട്ടും വിൻഡും കൂടി റൈഡിനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. സുട്ടു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. ഞാൻ അതിനിടയ്ക്ക് എൻ്റെതായ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുപ്പും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു. ശ്രീകുട്ടൻ്റെ ഫസ്റ്റ് മസ്കറ്റ് നൈറ്റ്സ് ആണിത്. ഈ സാധനത്തിൽ ഞാൻ പണ്ടെങ്ങാനും ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. റൈഡൊക്കെ കഴിഞ്ഞ് വിൻഡും മോളും താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ 8:30 ആയിരുന്നു ഇപ്രാവശ്യത്തെ ലേസർ ഷോ ആൻഡ് ഡ്രോൺ ഷോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയേ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞു ലൈറ്റാണ് ഇപ്രാവശ്യത്തെ മെയിൻ. എവിടെ തിരിഞ്ഞാൽ ലൈറ്റ് കൊണ്ടുള്ള പല പല അടിപൊളി സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടു നോക്കിക്കേ. കണ്ടോ 2 കണ്ണുള്ളത് നമ്മളെ നോക്കുന്ന പോലെ തന്നെ ഇല്ലേ? അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോയി കുറച്ച് ഡ്രോൺ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. പിന്നെ ഈ ഒരു ഏരിയയിൽ ഫുൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരൊന്നും വല്ല പരിചയമില്ല. എനിക്ക് ആകെ സ്പൈഡർമാനെയും ടോം ആൻഡ് ജെറിനെയും കണ്ടിട്ട് വലിയ പരിചയമൊക്കെ ഉള്ളൂ. നമ്മുടെ ആൾ മായക്കണ്ണനായിരുന്നേ ഇത്. സുട്ടുവാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ശ്രീകുണ്ട് ഇങ്ങനെ ഒരു കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ലേസർ ഷോ തുടങ്ങിയത്. നമുക്ക് ലേസർ ഷോ കണ്ടിട്ട് വരാം.
നമ്മൾ ഈ മഹാന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്കങ്ങനെ മനസ്സിലായില്ല. ഇതെന്തോ ഒരു സർക്കസ് ടൈപ്പ് എന്തോ സാധനമായിരിക്കും. കാരണം ഇവർ നമ്മുടെ മുന്നിൽ വെച്ച് പെർഫോം ചെയ്തില്ല, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് കേട്ടോ പെർഫോം ചെയ്തത്. തിരക്ക് കാരണം ഞാൻ അങ്ങോട്ട് പോയി കണ്ടുമില്ല. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു ഇല്യൂഷൻ ടൈപ്പ് എന്തോ സാധനമാണ്. ആദ്യം തല കുത്തിയൊക്കെ നിൽക്കുന്ന കണ്ടു, പിന്നെ കുറച്ചപ്പോൾ തിരിഞ്ഞപ്പോൾ എൻ്റെ മുഖം കാണാൻ പറ്റി. എന്താ സംഭവം എന്ന് തിരിയാണ്ട് സിട്ടുവും വിൻഡും അതിലെ കൂടെ നടപ്പുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അതിന് മുന്നേ ഞങ്ങൾ ടയേർഡായപ്പോൾ കുറച്ചായിരുന്നു ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, ബൈ.